വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ ബാറിലെ മെഹന്തി ഫെസ്റ്റാണ്. അപ്പോൾ നമുക്ക് മെഹന്തിയൊക്കെ ഇടുന്നത് കണ്ടാലോ. ഞാൻ മൈലാഞ്ചി ഇട്ടെടുക്കാൻ പോകുന്ന ആളാണ് ഈ വരുന്നത്. നമുക്ക് മൈലാഞ്ചി ഇടണ്ടേ? നമ്മുടെ മൈലാഞ്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. തുടങ്ങിയാലോ? റെഡി അല്ലേ? 2 മണിക്കൂറൊന്നും വേണ്ട. അല്ല, അവിടെ 3 ടീമുണ്ട്. അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അണിഞ്ഞാലത് കുത്തപ്പീനാറാകും. എല്ലാരും അവിടെ ഫോക്കസ് ചെയ്ത് കച്ചറ കാണിക്കുന്നുണ്ടാവും. പിന്നെ ചന്തള്ള കയ്യും ചന്തള്ളവരിടും ചെയ്യുമ്പോ ഇരിക്കട്ടെ. അവിടെ മുഫിദാന്റെ ഉണ്ട് കേട്ടോ. മുക്കിയൊക്കെ അടിപൊളിയാണ്. മുഫിദാടെ നന്നായിട്ടുണ്ട്. ഇത് വല്ല അശ്വിനി 4 സ്റ്റാർ വരില്ല. ചന്ദ്രകല വന്ന് ചന്ദ്രകല വന്ന് പേറ്റന്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. അതെ അതെ അതെ, അതൊക്കെ പോകുന്നുണ്ട്. എന്ത് ഷട്ടറിടേ ആ ബെൽറ്റിന് എത്ര രൂപ ചേട്ടാ? 8.5 രൂപ ലാസ്റ്റ് കിട്ടണം. ഇതിന്റെ ഉള്ളിൽ കൂടി ഡാമേജ് പറയാതെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഒരു ഡാമേജ് പറയാതെ ഞാനല്ലേ ഇടുന്ന. എന്റെ പെന്റ് കഴിഞ്ഞു പോയാൽ ഡാമേജ് എനിക്കല്ലേ? ഇല്ല, ഞാൻ ഇപ്പൊ എവിടെ ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ നിങ്ങൾ എന്റെ എടുത്ത് ഉണ്ടാകുമോ? ഞാൻ ഇപ്പൊ വരുമല്ലോ. സാധനം കൊടുക്കത്തില്ല. നമ്മൾ സാർ ഇത്ര എന്ത് കാണിക്കണമെന്ന് അടിപൊളി ബെൽറ്റാ. അടിപൊളി ബെൽറ്റ് ആണ്. നല്ല ബെൽറ്റ് തന്നെ. എല്ലാം 10 രണ്ടിനും കൂടിയിട്ട് ഞാൻ പറഞ്ഞത് സാർ. ഒരാള് പറയരുത് നിന്റെ കയ്യിലെ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ല. എടാ, മരുന്ന് ഡപ്പിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണേ? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ? മരുന്ന് കപ്പി. അതെ, അതിനകത്തുനിന്ന് ആ താക്കോലെടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ള അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ. എടാ, നിന്റെ കയ്യിൽ വന്നതിന് ശേഷമാണല്ലോ അത് ഒളിപ്പിച്ചു വെക്കുക. അങ്ങനെയൊക്കെ പറയും. ഞാൻ പിന്നെ ആലോചിച്ചു. അതിലെന്നെ ഇത് എത്രയെന്നാ പറഞ്ഞേ? ഞങ്ങളെ കയ്യിലിട്ടത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. ഒന്ന് സഹായിക്കടാ. ഏയ്, അത് പറ്റില്ല. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം. അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം. ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും. ആഹാ, അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. പക്ഷെ വേറൊരു കാര്യം അവരുടെ സമയം കഴിഞ്ഞതിന് ശേഷം ഇതെന്താന്ന് അതെ, നിങ്ങൾ പുറത്തിരിക്കും.
ഞാൻ മൈലാഞ്ചി ഇട്ടതിനെ കുറിച്ച് ഒന്ന് ഒരു രണ്ട് വാക്ക് സംസാരിക്കും. ഒരു പ്രോത്സാഹനം പറയണങ്ങള് അല്ല അത് ഈ അല്ല പക്ഷെ അതെന്താ വെച്ചാൽ അത് ഈ ഒരു റംസാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീമോട് കൂടിയിട്ടുള്ളതാണത്. അല്ല ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്ത ആള് അത്രയും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ നമ്മളുടെ മൈലാഞ്ചി ഇട്ടത് മാർക്കിടാൻ വേണ്ടിയിട്ട് മാം വന്നു. മാം കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയി. റിസൾട്ട് മാം നാളെ പറയുള്ളൂ. അപ്പോൾ ഇതിൽ ആർക്കായിരിക്കും ഫസ്റ്റും സെക്കൻഡും ഏറ്റവും ലാസ്റ്റും ഒക്കെ കിട്ടിയതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അത് മെൻഷൻ ചെയ്യണേ. അങ്ങനെ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ കർമ്മ റോട്ടിൽ നിന്ന് ചായവാലയിൽ നിന്ന് നമ്മൾ ചായ കുടിച്ചു. ചായക്ക് ഉന്നക്കായ ആയിരുന്നു നമ്മൾ കഴിച്ചത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.